മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടരുന്നതിനിടെ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധസാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇക്കുറി ക്രൂഡ് ഓയിൽ വിലയും അമേരിക്കൻ ഡോളറും കയറാൻ തുടങ്ങിയതാണ് മഞ്ഞലോഹത്തിന് തിരിച്ചടിയായത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടരുന്നതിനിടെ സ്വർണം പ്രതിരോധത്തിലായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. സ്വർണ്ണവില കുറയുന്നത് നിക്ഷേപകർക്ക് ആശങ്കയാണെങ്കിലും ആഭരണ പ്രേമികൾക്ക് ആശ്വാസമാണ്. യുദ്ധ സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിക്കുന്നത് പതിവാണ്. എന്നാൽ ഇക്കുറി ക്രൂഡ് ഓയിൽ വിലയും അമേരിക്കൻ ഡോളറും കയറാൻ തുടങ്ങിയതാണ് മഞ്ഞലോഹത്തിന് തിരിച്ചടിയായത്. കേരളത്തിൽ വിവാഹ സീസൺ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വില കുറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. സംസ്ഥാനത്ത് ഇന്ന് ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 14,635 രൂപയും പവന് 1,17,080 രൂപയുമാണ് വില. ഈ മാസം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വിലയിലുണ്ടായ ഇടിവാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഫെബ്രുവരി 28-ന് ഇറാനിൽ യുഎസും ഇസ്രയേലും ആക്രമണം നടത്തിയതിന് പിന്നാലെ സ്വർണ്ണവില കുതിച്ചു കയറിയെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയായിരുന്നു. കണക്കുകൾ പ്രകാരം രണ്ടാഴ്ചയ്ക്കിടെ കേരളത്തിൽ 10,000-ഓളം രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 9,840 രൂപ. രാജ്യാന്തര വിപണിയിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വില ഇനിയും താഴേക്ക് വരുമെന്നാണ് വിലയിരുത്തലുകൾ. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് ശക്തമായിരുന്നെങ്കിൽ വില ഇനിയും കുറഞ്ഞേനെയെന്നും വ്യാപാരികൾ പറയുന്നു. ക്രൂഡ് ഓയിൽ വില കയറ്റം തുടർന്നതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ നെഗറ്റീവ് ട്രെൻഡ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2% നഷ്ടത്തിൽ ഔൺസിന് $5,020 എന്ന നിലയിലാണ് സ്വർണം ക്ലോസ് ചെയ്തത്. $5,127 കയറിയ ശേഷം കുത്തനെ ഇടിയുകയായിരുന്നു. പ്രധാന കറൻസികൾക്കെതിരെ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടതും കയറ്റത്തിനിടയാക്കി. പണപ്പെരുപ്പം വരുമെന്നും അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്നുമുള്ള പ്രവചനങ്ങൾ എന്നിവയും തിരിച്ചടിയായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണ്ണവില ഉയർത്തുമെന്ന് പ്രവചിക്കപ്പെട്ടെങ്കിലും വമ്പൻ ട്വിസ്റ്റോടെ വില ഇടിയുകയാണുണ്ടായത്. 2025 നവംബറിന് ശേഷം ഇതാദ്യമായാണ് തുടർച്ചയായി 2 ആഴ്ച സ്വർണ്ണവില കുറയുന്നത്. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അധികം വൈകാതെ സംസ്ഥാനത്ത് സ്വർണ്ണവില 1,00,000-ന് താഴെ എത്തുമെന്നാണ് വിലയിരുത്തലുകൾ. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.